തൃശൂർ മണ്ഡലത്തിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥി രാജൻ ജെ പല്ലനെതിരെ റിബൽ സ്ഥാനാർത്ഥി. കോൺഗ്രസ് പ്രവർത്തകനായ ജയപ്രകാശ് പൂവത്തിങ്കലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. കോൺഗ്രസിലെ ഒരു വിഭാഗത്തെ നേതൃത്വം അവഗണിക്കുന്നതിനെതിരെ പ്രതിഷേധിച്ചാണ് പത്രിക നൽകിയത്. കോൺഗ്രസിന്റെ മുൻ കോർപ്പറേഷൻ കൗൺസിലർ കൂടിയായിരുന്ന ജയപ്രകാശ് പൂവത്തിങ്കലാണ് നേതൃത്വത്തിനെതിരെ തിരിഞ്ഞത്. കഴിഞ്ഞ കുറെ കാലമായി നേതൃത്വം ഒരു വിഭാഗത്തെ അവഗണിക്കുകയാണെന്നും ഇതിൽ പ്രതിഷേധിച്ചാണ് പത്രിക സമർപ്പിച്ചതെന്നും ജയപ്രകാശ് പറഞ്ഞു. ഇപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലെ ഇവിടെ ഒരു വിഭാഗത്തിന് മാത്രമാണ് കീ പോസ്റ്റുകൾ മുഴുവൻ പതിപ്പിച്ച് കൊടുത്തിരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ മേയർ, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ്, ഇവിടുത്തെ തൃശ്ശൂരിൻ്റെയൊക്കെ സ്ഥാനാർത്ഥി, അതുപോലെ KPCC ഭാരവാഹികൾ എന്ന് വേണ്ട എല്ലാ താക്കോൽ സ്ഥാനം ഒരു വിഭാഗത്തെ മാത്രം, മറ്റുള്ള വിഭാഗങ്ങളൊന്നും ഇവർ മൈൻഡ് തന്നെ ചെയ്യുന്നില്ല. ഇതിൽ ശക്തമായ കോൺഗ്രസിൻ്റെ ഉള്ളിൽ പല ആൾക്കാർക്കും വിഷമമുണ്ട്, പൊതുജനത്തിനുണ്ട്. അത് ഞാൻ നോമിനേഷൻ കൊടുത്തത് പ്രകടിപ്പിച്ചു. ഞാൻ മുകളിലെ നേതാക്കളായി സംസാരിച്ചപ്പോഴും അവർക്കും ഇതിൽ ആശങ്കയുണ്ട്. തൃശ്ശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തനത്തിൽ ഇതിന് ശക്തമായ ഒരു നടപടിയില്ലെങ്കിൽ, ഒരു ചർച്ചയില്ലെങ്കിൽ ഇനി 26-ാം തീയതി കഴിഞ്ഞാൽ മുന്നോട്ട് പോകും. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ജയപ്രകാശ് മത്സരിച്ചിരുന്നു. നേതൃത്വങ്ങൾക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും ജയപ്രകാശ് പറയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാക്കളെ തള്ളി നിജി ജസ്റ്റിനെ മേയറാക്കിയതും പ്രതിഷേധാർഹമാണെന്നും ജയപ്രകാശ് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തിയതോടെ കോൺഗ്രസിനുള്ളിലെ തർക്കങ്ങളും വിഭാഗീയതകളും ഓരോന്നായി പുറത്തുവരികയാണ്. കൈരളി ന്യൂസ്, തൃശൂർ.